കൊല്ലം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ വിദ്യാർത്ഥികളായ രണ്ടുപേരും പ്രചാരണ രംഗത്ത് സജീവമാണ്. വീടുകൾ കയറി വോട്ടർമാരെ നേരിൽ കാണുകയാണ് നിയമവിദ്യാർത്ഥികളായ ആർച്ചയും ജയലക്ഷ്മിയും. മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങിയിട്ടുണ്ട്. യുവത്വം വന്നാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇരുവരും മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിലെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് രണ്ട് KSUക്കാരായ സ്ഥാനാർത്ഥികളാണ്. 21 വയസ്സുള്ള ആർച്ചയും ഒപ്പം ജയലക്ഷ്മിയുമാണുള്ളത്. ഇവർ നിയമവിദ്യാർത്ഥികളാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ പ്രചരണ രംഗത്തും ഇരുവരും സജീവമായിരിക്കുകയാണ്. ആർച്ച വളരെ തിരക്കിട്ട് പ്രചരണത്തിനിടെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യമേ തന്നെ 21 വയസ്സിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു? എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉള്ളത്. ഇവിടെ ഇത്തവണ മത്സരിക്കാൻ നിൽക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ LDFന്റെ കുത്തക സീറ്റാണെന്ന് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഞാൻ അത് ആത്മവിശ്വാസത്തോടാണ് ഇവിടെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. കോളേജിൽ പോലും പോവാതെ നിയമവിദ്യാർത്ഥിനിയാണ്. അതുപോലും മാറ്റിവെച്ച് ജനങ്ങളിലോട്ട് ഞാൻ ഇറങ്ങുകയാണ് ഇത്തവണ. ഈ നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് ഇവിടെ നിന്നുള്ള കൗൺസിലർ. ആ വാർഡിലേക്ക് വരുന്നു. 3 തവണയായിട്ട് അദ്ദേഹം തന്നെ മത്സരിച്ച് ജയിക്കുന്ന സീറ്റാണ്. എങ്ങനെ കാണുന്നു? കാര്യം ആദ്യത്തെ ദിവസത്തെ വർക്കിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നല്ല റെസ്പോൺസ് ഉണ്ട്. ജനങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് അവരുടെ ചിന്ത. അവര് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന സ്വന്തം ഒരു പെങ്കുച്ചു മോളെ പോലെ തന്നെ കണ്ട് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരും പറയുന്നത് ഈ തവണ മാറി ചിന്തിക്കുകയാണ്, മാറ്റം വരണം, ഈ ഭരണഘടനയിൽ നിന്ന് മാറണം എന്നാണ് അവരുടെയും ചിന്ത. എന്തായാലും വള്ളിക്കീഴ് ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഇനി ജയലക്ഷ്മി മത്സരിക്കുന്ന മുണ്ടക്കൽ ഡിവിഷനിലെ എങ്ങനെയുണ്ട് പ്രചരണം എന്നുള്ളത് കൂടെ കാണാം. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് ജയലക്ഷ്മിയും. കോളേജിലൊക്കെ പോയിട്ടാണെന്ന് തോന്നുന്നു ആദ്യ ദിവസം. അതെ കോളേജ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് വീടുകൾ കാണാം. എങ്ങനെയുണ്ട് വീടുകളിൽ കയറുമ്പോൾ ആളുകൾ? നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഇതുവരെ പൊക്കോണ്ടിരിക്കുന്നത്. കാര്യം ഇത്രയും നാള് ചെയ്ത ഞങ്ങളുടെ ജോസഫ് കുരുവിള കൗൺസിലർ ചേട്ടന്റെ ഒരു പ്രവർത്തനം ജനങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമുണ്ട്. മൊത്തത്തിൽ കോർപ്പറേഷനിൽ കുറെ പ്രശ്നങ്ങൾ പ്രതിപക്ഷം പലതവണ കുരുവിള ജോസഫ് ഒക്കെ പറഞ്ഞു. അതിനെയൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാനാണ് പ്രതീക്ഷിക്കുന്നത്? മാലിന്യ പ്രശ്നം ഉൾപ്പെടെ സംസ്കാര പ്ലാന്റുകളില്ല. പ്രധാനമായിട്ട് കോർപ്പറേഷൻ കൊണ്ടുവന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കൊല്ലത്തിന്റെ നടുക്ക് തന്നെ നമുക്ക് നോക്കാം. MG പാർക്കിന്റെ കാര്യം തന്നെ ആദ്യം നമുക്ക് പറയാം. MG പാർക്ക് കഴിഞ്ഞ എന്റെ ഒരു പേഴ്സണൽ ഞാൻ കുഞ്ഞിലെ മുതൽ കാണുന്നതാണ്. ഞാൻ കുഞ്ഞുനാളിൽ കളിച്ച് വളർന്ന ഒരു പാർക്കാണത്. ആ പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം അതിന്റെ ഒരു ശോചനാവസ്ഥ. അപ്പൊ കോർപ്പറേഷന്റെ ഭരണം കഴിഞ്ഞ 30 വർഷക്കാലം ഒരിക്കലും ഒരു മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പാർക്ക് അങ്ങനെ കിടക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ അതിന്റെ റോഡിൽ ഒരു പൊതുഗതാഗതം കൊണ്ടുപോകുന്ന ഒരു റോഡിൽ പൈസ വിട്ടാണ് അവിടെ പാർക്കിംഗ് വരെ നടത്തുന്നത്. അതെല്ലാം കോർപ്പറേഷന്റെ അഴിമതിയും എല്ലാം ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ റോഡ്, ആ ഒരു തീരദേശ റോഡ് കോർപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്ന കാര്യങ്ങളായിരുന്നു അത്. അതൊന്നും കോർപ്പറേഷന്റെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം വികസനങ്ങളെല്ലാം കൊണ്ടുവരണം. UDF ഭരണത്തിൽ വന്നാൽ ഇതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും. എന്തായാലും ജയലക്ഷ്മിക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. മുതിർന്ന നേതാക്കൾ, KSU നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ഈ പ്രചരണത്തിൽ സജീവമായി തന്നെ ജയലക്ഷ്മിക്ക് വേണ്ടിയും രംഗത്തുണ്ട്.